ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ എന്തും ചെയ്യും, നമ്മളെക്കുറിച്ച് ആരും ഒന്നും പറയാൻ പാടില്ല. അതാണ് ഞമ്മന്റെ ജില്ലയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് വേണ്ടി ഒരു രാജ്യം വേണമെന്ന് പറയും, ആ രാജ്യം ഇസ്ലാം മത രാജ്യമായിരിക്കണമെന്ന് പറയും, ഞങ്ങൾക്ക് മതത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനം വേണമെന്ന് പറയും. പക്ഷേ നിങ്ങൾ ആരും അതിനെ എതിർക്കരുത്, വിമർശിക്കരുത്. കാരണം വിമർശിച്ചാൽ ഉടനെ ഞങ്ങൾ ജാതിക്കാർഡുമായിട്ട് വരുവേ. ഏതു വിഷയമായിരുന്നാലും ശരി, മലപ്പുറത്തിന് എന്താ കൊമ്പുണ്ടോ? മലപ്പുറത്തിന് എന്താ കൊമ്പും തുമ്പിക്കയ്യും ഉണ്ടോ? മലപ്പുറം എന്താ മാപ്പിളസ്ഥാനാണോ? ഇത് ചോദിക്കുമ്പോ ചോദിക്കുന്നവരെ വർഗീയവാദിയാക്കുകയോ അവരുടെ തലയെ കയറിയിരുന്നിട്ടോ കാര്യമില്ല. നിങ്ങളുടെ ചാപ്പകുത്തലും പേടിപ്പിക്കലും ഒക്കെ കണ്ട് ഭയന്നിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി. ഇനി അത് നടക്കില്ല. മലപ്പുറത്തിനു മാത്രമായി അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു. ആഹാ, മലപ്പുറം എന്താ കേരളത്തിനകത്തുള്ളതല്ലേ? മലപ്പുറം എന്താ ഇന്ത്യക്ക് പുറത്താണോ? വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ല, ഞങ്ങൾക്ക് സീറ്റുകളുടെ അവൈലബിലിറ്റി ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമായിട്ടൊരു സംസ്ഥാനം വേണം പോലും. ആഹാ, ഓ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തീവ്രവാദികളുടെ പണം പിടിച്ചത് എവിടെയാ? മലപ്പുറത്ത്. ഏറ്റവും കൂടുതൽ ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നത് എവിടെയാ? മലപ്പുറത്ത്. പാകിസ്ഥാനിൽ അച്ചടിച്ച നോട്ട് കോടികൾ വിതരണം ചെയ്തത് എവിടെയാ? മലപ്പുറത്ത്. പക്ഷേ നിങ്ങളത് പറയരുത്, വിമർശിക്കരുത്. എന്നാ ഞങ്ങള് ഇരവാദം ഉന്നയിക്കും. അത് അന്തക്കാലം. ഇതേ ജൂതനുണ്ടാക്കിയ ഇന്റർനെറ്റ് യുഗത്തിന്റെ കാലഘട്ടമാ. ഇനി നിങ്ങൾക്ക് വല്ലാതെയൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നേ. നിങ്ങളുടെ കാലഘട്ടം ഏതാണ്ട് കഴിഞ്ഞെന്നേ. ഇപ്പോൾ വഖഫ് കൊള്ളയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. എന്തിന്? 2047 ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ. അല്ല സുഹൃത്തുക്കളെ, ഈ 2047 പ്രധാനമന്ത്രി എവിടെ? ട്രൗസർ ഇട്ട് ഐസിലിരിക്കുക, തീഹാർ ജയിലില്. ഡയപ്പറിലിരുന്നു മുള്ളുക, തീഹാർ ജയിലില്. തീഹാർ ജയിലിൽ നിന്ന് നിലവിളി ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അവരെ അപ്ഡേറ്റ് ചെയ്യാൻ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഭയമാണ്. ഓൺലൈൻ മാധ്യമങ്ങളിൽ ധൈര്യമുള്ളവരുണ്ട് സത്യം തുറന്നു പറയാൻ. നിങ്ങള് ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ കൊടി കാണിച്ച് ന്യൂനപക്ഷങ്ങളുടെയും ഇരവാദവും ഒക്കെ പറഞ്ഞ് എല്ലാ കാലവും ഇവിടെ ഇങ്ങനെ നിന്നു പോകാമെന്ന് വിചാരിക്കരുത്. പറയേണ്ടത് പറയും. കൊടും ഭീകരനായ ഹമാസ് നേതാവ് ഖാലിദ് മിഷേലിനെ മലപ്പുറത്തിന്റെ മണ്ണിൽ കൊണ്ടുവന്ന് പ്രഭാഷണം നടത്തിക്കാൻ ഇറങ്ങി പുറപ്പെട്ട മതസംഘടന, അവരെ പിന്നിൽ നിന്ന് നയിച്ച രാഷ്ട്രീയ നേതാക്കൾ, അവരെ വിമർശിക്കാൻ ഒരുപക്ഷെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഭയമായിരിക്കും. നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പറയാനുള്ളത് തുറന്നു പറയും. എന്താണെങ്കിലും നനഞ്ഞു ബലിയാടായി. ഇനിയും കുളിച്ചു തന്നെ കയറാമെന്ന് തീരുമാനിച്ചു. എന്തേ? ആ ഖാലിദ് മിഷേലിനു വേണ്ടി മലപ്പുറത്തിന്റെ മണ്ണിൽ ഒരു വേദി ഒരുങ്ങിയപ്പോൾ ട്രാവൽ ബാനിങ് കൊടുക്കുവാൻ ഈ സ്വതന്ത്ര ഭാരതം, ജനാധിപത്യ ഭാരതത്തിന്റെ ഭരണശില്പികൾ പറഞ്ഞു, കൊടും ഭീകരനാണ് ഈ രാജ്യത്തിന്, അയാൾ ഒരുപാട് രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ പറ്റില്ല. ഉടനെ വിർച്വൽ മീറ്റിംഗ്, ആരുടെ തലച്ചോറിൽ ഉരുത്തിരിഞ്ഞ ആശയം. എന്നിട്ട് ഇവരെ ചാപ്പ കുത്തുന്നു എന്ന് പരാതിയും, ഇവരെ പറഞ്ഞു പോകുന്നു, ഇവരെ വിമർശിച്ചു പോകുന്നു എന്ന് പരാതിയും. ഇവരെ ഒന്നും പറയാൻ പാടില്ലത്രേ. ഇവര് കാണിക്കും, അത് കാണണം. ഇവര് ചെയ്യും, അത് അനുഭവിക്കണം. അതെ, നിങ്ങളതങ്ങ് പാകിസ്ഥാനിൽ പോയി പറഞ്ഞാ മതി. ഇന്ന് നിലവിൽ ഇത് സ്വതന്ത്ര ജനാധിപത്യ പരമാധികാര രാജ്യമാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് നിങ്ങളുടെ സ്ഥാൻ വഷളത്തരവും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും. ഒരു ഉസ്താദിന്റെ മോങ്ങലൊന്ന് കേട്ടെ. സാമ്രാജ്യത്വ ഫാസിസ്റ്റ് ശക്തികളുടെ ഒരു നിലപാടാണ്, നയമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അവർ ഈ ഓമന പേരിട്ടൊക്കെ വിളിക്കുന്നുണ്ടല്ലോ ചാപ്പകുത്തി കഴിഞ്ഞാൽ പിന്നെ ആടിനെ പട്ടിയാക്കാൻ നമ്മൾ കേട്ടില്ല. ആടിനെ പട്ടിയാക്കാൻ ആടിനെ കണ്ടു കഴിഞ്ഞാൽ ആരും തല്ലിക്കൊല്ലില്ല. ആടിനെ പട്ടി ആയാലും പെട്ടെന്ന് പിന്നെ പട്ടിയാക്കിയിട്ട് തല്ലിക്കൊല്ലാം. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്.
നമ്മുടെ കേരളത്തിലടക്കം. അന്താരാഷ്ട്ര വർത്താനങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ, നമ്മുടെ നാട്ടുവർത്താനങ്ങളെ കുറിച്ച് പറയണല്ലോ. ഇന്നിപ്പോ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കണം എന്താ? ഈ ആട്ടിനെ പട്ടിയാക്കലാണ്. ഈ ആട്ടിനെ പട്ടിയാക്കുന്ന ഏർപ്പാട് ഒരു ജില്ലനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ജില്ലയെ തീവ്രവാദത്തിന്റെ കേന്ദ്രമായി ഹബ്ബാക്കി മാറ്റാൻ വേണ്ടി എത്ര കുടിലമായ നീക്കങ്ങളാണ്. പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ വളർത്തിക്കൊണ്ടുവന്നത് മലപ്പുറം ജില്ല. എല്ലാ തീവ്രവാദ സംഘടനകളുടെയും വേരോടിയത് മലപ്പുറത്ത്. യഹിയാ സിൻവാറിനു വേണ്ടി നമസ്കാരമൊരുങ്ങിയതു മലബാറിന്റെ മണ്ണിൽ. ഇസ്മായിൽ ഹനിയ എന്ന് പറഞ്ഞ കൊടും ഭീകരനെ ഇസ്രായേൽ വധിച്ചപ്പോൾ ഇസ്രായേലിനോട് ഇസ്മായിൽ ഹനിയയുടെ ചോരയ്ക്ക് പ്രതികാരം ചോദിക്കണമെന്ന് പറഞ്ഞ് മലബാറിന്റെ കടപ്പുറത്തായിരുന്നു പ്രതിഷേധ യോഗം നടന്നത്. അന്ന് കേരളം ദുഃഖത്തിലാണ്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന സമയത്ത് രാത്രി കിടന്നുറങ്ങിയ മനുഷ്യരെ രാവിലെ കാണാനില്ല. അവരുടെ കൈയും കാലും തലയുമൊക്കെ, അതെല്ലാം വേർപെട്ട ഉടലുകളുമൊക്കെ പുഴയിലൂടെ നീന്തി കളിക്കുന്നു. മനുഷ്യൻ നിത്യ ദുഃഖത്തിലായ ദിവസങ്ങൾ. അന്ന് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് എന്തായിരുന്നു ഭയം? അവരുടെ ആശങ്കയും ആകുലതയും എന്തായിരുന്നു? അതെ, ഇസ്മായിൽ ഹനിയയുടെ ചോരയ്ക്ക് പ്രതികാരം ചോദിക്കണം പോലും, യഹിയാ സിൻവാറിനു മയ്യത്ത് നമസ്കരിക്കണം പോലും. ഈ ഖാലിദ് മിഷേൽ എന്ന് പറയുന്ന കൊടും ഭീകരനെ മലപ്പുറത്തിന്റെ മണ്ണിൽ വിർച്വൽ മീറ്റിംഗിന് നിറഞ്ഞ കയ്യടികളോടുകൂടി മണിക്കൂറുകളോളം വേദിയൊരുക്കി. എന്തിന്? നമ്മുടെ കേരളത്തിലെ ഹിന്ദുക്കളുടെ മുകളിൽ ബുൾഡോസർ കയറ്റണം എന്ന ആശയം പങ്കുവയ്ക്കുന്നതിനു വേണ്ടി. എന്നിട്ട് എത്ര പേർ അതിനെ എതിർത്തു? എത്ര മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തു? ഭയം, പ്രീണനം. മുസ്ലിങ്ങളെ പറയാൻ പറ്റില്ല, പറഞ്ഞാൽ തിരിച്ചടി കിട്ടും, തിരിച്ച് പണി കിട്ടും. അത് ഭയമാണ്. അവരുടെ വോട്ട് വേണം, അവരെ പ്രീണിപ്പിക്കണം, അവരെ സുഖിപ്പിക്കണം. നാളെയും അവരെ കാണണ്ടേ, അവരുടെ തോളിൽ കൈയിടണ്ടേ? ആ മലപ്പുറത്തിന്റെ മണ്ണി കേരളത്തിൽ തീവ്രവാദത്തിന്റെ വിത്തുപാകിയപ്പോൾ, അതിനെ ചോദ്യം ചെയ്തപ്പോൾ ഇരവാദം ഉന്നയിച്ചു ഉസ്താദ്. മലപ്പുറം ജില്ല എന്താ? മലപ്പുറം എന്ന ദേശത്തിനോടുള്ള ആ പ്രദേശത്തിനുള്ള ഭൂമിശാസ്ത്രപരമായിട്ട് ഒരു വിരോധം കൊണ്ടാവാം, അല്ലല്ലോ. അവിടെ 65% മുസ്ലിമീങ്ങളാണ്, 65-70% മുസ്ലിമീങ്ങളാണ്. അപ്പൊ മലപ്പുറം ജില്ലയെ കരിവാരി തേച്ച് അപകീർത്തിപ്പെടുത്തുന്നതോടുകൂടി സംഭവിക്കാൻ പോകുന്നത് എന്താ? മുസ്ലിമീങ്ങൾ മോശക്കാരാണെന്ന് പറയാം. ഇന്ന് കേരളത്തിലാണല്ലോ തേക്കടി, അല്ലേ? ആണെന്നാണ് എന്റെ വിശ്വാസം കേട്ടോ. 2 കാശ്മീർ ഭീകരർ 2 ഇസ്രായേലികളെയാണ് അവരുടെ കടയിൽ നിന്നും ലൈറ്റ് അണച്ച് പിടിച്ചിറക്കി തള്ളി കടയ്ക്ക് പുറത്തിറക്കിയത്. കേരളത്തെ അപമാനിച്ചു, സ്വതന്ത്ര രാഷ്ട്രത്തെ, ഭാരതം എന്ന രാഷ്ട്രത്തെ അപമാനിച്ചു. ഇസ്രായേൽ ദമ്പതികളെ അപമാനിച്ചതുവഴി ഈ സ്വതന്ത്ര ഭാരതവും ഇസ്രായേലും തമ്മിലുള്ള വാണിജ്യ ബന്ധം, സൗഹൃദ ബന്ധം, അയൽബന്ധം എല്ലാത്തിനും വിള്ളൽ വീണു. ഇവരാരെങ്കിലും ഉണ്ടായിരുന്നു അതിനെ വിമർശിക്കാൻ, അതിനെ എതിർക്കാൻ? കൊടും ഭീകരന്മാരായ ഈ മതവെറിയന്മാരായ ഈ മതവർഗീയവാദികളായ ഭീകരന്മാരെ എതിർക്കാൻ നമ്മുടെ നാട്ടിലെ എത്ര മുഖ്യധാരാ മാധ്യമങ്ങൾ രംഗത്ത് വന്നു. ഏറ്റവും വലിയ ക്രിമിനലുകളുടെ നാടായിട്ട് ചിത്രീകരിക്കാൻ മലപ്പുറം ജില്ലയിൽ. അപ്പൊ മുസ്ലിമീങ്ങൾ ക്രിമിനലുകളാണ്, കള്ളപ്പണക്കാരാണ്, അവർ കള്ളക്കടത്തുകാരാണ്. കണ്ടോ, ഇവര് ബാലൻസ് ചെയ്യുവാണ്. മുസ്ലിങ്ങളെന്നല്ല പറഞ്ഞത്. എല്ലാ മുസ്ലിങ്ങളും ഭീകരന്മാരല്ല, ഭീകരന്മാരെല്ലാം മുസ്ലിങ്ങളാണ്. എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളല്ല, ഭീകരവാദികളെല്ലാം മുസ്ലിങ്ങളാ. എല്ലാ മുസ്ലിം സംഘടനകളും ഭീകരവാദ സംഘടനകളല്ല, ഭീകരവാദ സംഘടനകളെല്ലാം മുസ്ലിം നേതാക്കന്മാരുടേതാണ്. ഇത് പറയുമ്പോൾ അംഗീകരിക്കേണ്ടതിന് പകരം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇരവാദം ഉന്നയിച്ച് കരയുന്നത്? ഹവാല പണം, 3000 കണക്കിന് കോടി പണം ശ്രീലങ്ക വഴി വന്നിറങ്ങിയത് മലപ്പുറത്തിന്റെ മണ്ണിലായിരുന്നു, മറക്കരുത്. അങ്ങനെ മോശക്കാരാക്കിയിട്ടാണ് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നാഷണൽ ക്രൈം റെക്കോർഡിൽ എന്ത് വരും? ഇവര് തീവ്രവാദികളും. ആരെങ്കിലും ഒരാളോ 2 പേരോ പറഞ്ഞാൽ ഉടനെ ക്രൈം റെക്കോർഡിൽ എങ്ങനെയാണ് സാഹിബേ മലപ്പുറത്തിന്റെ പേര് വരുന്നത്? കണ്ടോ എങ്ങനെയൊക്കെ അതിനെ വളച്ചൊടിച്ച് ഒരു മുസ്ലിം വികാരമായി അതിനെ വളർത്തിക്കൊണ്ടുവരുക. കൊള്ളക്കാരും ഒക്കെയാണ് എന്നുള്ളത്
പിന്നെ കേന്ദ്രഭരണ പ്രദേശമായിട്ടോ തോന്നിയമായ പട്ടാളത്തെ ഇറക്കാനോ ഒക്കെ പറ്റും. അത് മാത്രമല്ല കേട്ടോ, ഇതിന്റെ ഒക്കെ ലാഭം ചെയ്യുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. കാരണം മുസ്ലിങ്ങൾ ഇങ്ങനെ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ കണ്ടില്ല. കള്ളന്മാർ, കൊള്ളക്കാർ, തീവ്രവാദികൾ, ഭീകരവാദികൾ. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിട്ടുള്ള ഏത് രാജ്യത്താണ് സമാധാനം ഉണ്ടായിട്ടുള്ളത്? എവിടെയാണ് സമാധാനം? പരസ്പരം തമ്മി തല്ലി കീറുക. ഒക്കെ രാജ്യവിരുദ്ധരും. ഇതിന്റെ ഒക്കെ ഒരു പിന്നാമ്പുറം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കേരളത്തിൽ ഒരുപാട് എയർപോർട്ടുകളുണ്ട്. കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് പിടിക്കുന്ന ഗോൾഡ് മാത്രം, ഹവാലാപ്പണം മാത്രം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എങ്ങനെയുണ്ട്? കരിപ്പൂർ വിമാനത്താവളത്തിൽ മലദ്വാർ ഗോൾഡും ഉമ്മറം ഗോൾഡും വന്നിറങ്ങിയത് അത്രയും ഞമ്മന്റെ ആളുകളായിരുന്നു സാഹിബേ. അവിടെ വന്നിറങ്ങിയ ഹവാല പണം തീവ്രവാദത്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് പറഞ്ഞത് NIA ആണ് സാഹിബേ. സാധാരണഗതിയിൽ ആരുമല്ല പറഞ്ഞത്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ഇല്ല, ഇവർക്ക് എളുപ്പമുണ്ട് കേട്ടോ. ആരെന്ത് എവിടെ പറഞ്ഞാലും ശരി, സംഘപരിവാരങ്ങളുടെ തലയിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഇവര് സേഫായി. എത്ര കാലം നിങ്ങളിങ്ങനെ ഈ സംഖ്യകളെ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ തീവ്രവാദത്തെ വളർത്തിക്കൊണ്ടുവരും? ഇന്നേ തലയ്ക്കകത്താള് താമസമുള്ള വെളിവും വെള്ളിയാഴ്ചയുമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാൻ ഈ കാലഘട്ടത്തിന് സാധിച്ചിട്ടുണ്ട്. അവര് ചിന്തിക്കും, അതിനനുസരിച്ച് അവര് പ്രവർത്തിക്കും. കാത്തിരുന്ന് കാണാം. നന്ദി.